ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ എനിക്ക് എന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ മാർക്ക് വന്ന സിനിമ ചെയ്തപ്പോൾ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത്. നമ്മളൊരു സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. പിന്നെ ഇനിയിപ്പോ കാട്ടാളൻ എന്നുള്ള സിനിമയിലും നമ്മൾ 3 മാസം മുൻപേ ഈ സിനിമ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. അതില് ഈ പറഞ്ഞ പോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസ് ഉള്ള സിനിമയായിരുന്നു. പക്ഷെ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാൻ അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പൊ വന്ന മാർക്കോ സിനിമ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ വയലൻസ് അങ്ങനെ ഒരു ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റി നിർത്താൻ തയ്യാറാണ്. കാരണം എനിക്ക് എന്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ഇനി വയലൻസ് സിനിമകളിൽ പരമാവധി കുറച്ച് കാണിക്കുക എന്നുള്ളതായിരിക്കും എന്റെ ഉത്തരവാദിത്തം. വയലൻസ് ഇങ്ങനെ കാണിക്കണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സിനിമ കാണാനായിട്ട് ഒരു ഓഡിയൻസ് തിയേറ്ററിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നത് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. വയലൻസ് എൻജോയ് എന്നുള്ളതല്ല, സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ്. അപ്പോൾ ഈ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനായിട്ട് എപ്പോഴും അതിൻ്റെ ഒരു ഇൻറ്റൻസ് കാണിക്കുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് പൂർണ്ണതയിൽ എത്തുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കും ഓരോ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ആയാലും ക്രിയേറ്റീവ് മൈൻഡുള്ള എല്ലാവരും ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. തെറ്റായ ഒരു മെസ്സേജ് കാണിക്കാനല്ല ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത്. ആ കാണിക്കുന്നത് ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ആയിരിക്കാം അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ്മാര് തീരുമാനിച്ച് അത് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ ഗർഭിണിയുടെ സീന് പറഞ്ഞു, അതും ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിലാണ്. അതായത് ഒരു വില്ലൻ വന്ന് ഒരു ഫാമിലിനെ എത്രത്തോളം അറ്റാക്ക് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിന്റെ, അതായത് ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ ആൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയായ കാര്യങ്ങളല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതാണ് അവിടെ കാണിച്ചിട്ടുള്ളതും. പിന്നെ എയ്ഡ് സർട്ടിഫിക്കേഷന്റെ കാര്യം പറയുമ്പോൾ ഈ എയ്ഡ് സർട്ടിഫിക്കേഷൻ വന്ന സിനിമയ്ക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കയറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് ശരിയായ കാര്യമല്ല. അത് ഒരു കാരണവശാലും കയറാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഒരു തിയേറ്റർ ഓണേഴ്സും തിയേറ്റർ സ്റ്റാഫുകളും അത് മനഃപൂർവ്വം സമ്മതിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ലാത്ത രീതിയിൽ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. അപ്പോ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ 18+ എന്നുള്ള സർട്ടിഫിക്കേഷൻ മേടിച്ച് വളരെ പ്രോപ്പറായിട്ട് മാർക്കറ്റിലേക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് 18+ ആണെന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയത്. പിന്നെ തിയേറ്ററിലേക്ക് കയറിയിട്ടുള്ളതിന്റെ ഉത്തരവാദിത്വം 18 വയസ്സ് താഴെയുള്ള ഉത്തരവാദിത്വം ആസ് എ പ്രൊഡ്യൂസർ എനിക്കതിൽ ആൻസർ ഇല്ല. കാരണം അതെന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ സിനിമ ഓരോ തിയേറ്റേഴ്സിന് കൊടുക്കുക, തിയേറ്ററിൽ ആ പടം കളിപ്പിക്കുക, പ്രോപ്പറായിട്ട് 18+ ആണെന്ന് പറയുക, ഇതാണ് നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ. അപ്പോ എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ അങ്ങനെ ആൾ കയറിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ, ഈ കുട്ടികൾ അത് ചെയ്യാൻ പാടില്ല. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല എന്നൊരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ കാണാൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പൊ അത്